പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. സംഘർഷത്തെക്കുറിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്ര വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്തി. ഇന്ത്യ സമാധാനത്തിനൊപ്പമാണെന്നും ചർച്ചയിലും നയതന്ത്ര നീക്കത്തിലുമാണ് സർക്കാർ വിശ്വസിക്കുന്നത് എന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 3 മണിവരെ നിർത്തിവെച്ചു. India is in favor of peace and urges a return to dialogue and diplomacy. We advocate de-escalation, restraint, and ensuring the safety of civilians. The well-being and security of the Indian community in the region is our priority. We will continue to work with the governments of the region towards that end. Our national interest, including energy security and trade flows, will always be paramount. I'm confident, sir, that the government has the full support of this August House on this matter. അതേസമയം ഇറാന്റെ 3 കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് അടുപ്പിക്കാൻ ഫെബ്രുവരി 20 അനുമതി തേടിയിരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി സ്ഥിരീകരിച്ചു. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിൽ, ഇന്ത്യയുടെ ഇക്കാര്യത്തിൽ ഇടപെടൽ സംബന്ധിച്ച വലിയ തരത്തിലുള്ള ആഭ്യന്തര അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വരികയാണ്. ഇന്ന് പാർലമെന്റിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? മാധു, ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിയത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം തന്നെയായിരുന്നു. ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ നോട്ടീസിൽ ചർച്ച ആരംഭിക്കാനാണ് പ്രധാനമായും ചെയർ ശ്രമിച്ചത്. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിൽ വലിയ ബഹളമായിരുന്നു. ബഹളത്തെ തുടർന്ന് ലോക്സഭ മാധു പറഞ്ഞതുപോലെ 3 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യസഭയിലും വലിയ പ്രതിഷേധമുയർത്തി. ഏതായാലും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയിലാണ് കൊച്ചി തീരത്ത് ഇറാന്റെ ഐറിസ് ലവാൻ എന്ന കപ്പൽ അടുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തിയത്. 3 കപ്പലുകളും ഇറാന്റെ 3 കപ്പലുകൾ ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക തകർത്ത ഐറിസ് ദേന എന്ന് പറയുന്ന കപ്പൽ ഉൾപ്പെടെ 3 കപ്പലുകളും ഇന്ത്യയിൽ അടുപ്പിക്കാനായി അനുമതി തേടിയിരുന്നു. അത് ഫെബ്രുവരി 20 അനുമതി തേടിയത്. അതിന്റെ ഭാഗമായുള്ള അനുമതി പിന്നീട് നൽകി. അതിനു മുൻപേ തന്നെ ഈ ഒരു ശ്രീലങ്കൻ തീരത്ത് ഈ ഒരു കപ്പൽ തകർന്നിരുന്നു. അത് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചില്ല. പക്ഷേ ഫെബ്രുവരി 20 ഈ കപ്പലുകൾ അനുമതി തേടിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിന്റെ ഭാഗമായാണ് ഐറിസ് ലവാൻ എന്ന് പറയുന്ന കപ്പൽ കൊച്ചി തീരത്ത് അടുപ്പിച്ചത് എന്നാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി വിശദീകരിച്ചത്. ഏതായാലും ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് സംഘർഷ മേഖലകളിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായി എല്ലാ രാജ്യങ്ങളുമായും നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇസ്രായേലുമായി സംസാരിക്കുന്നുണ്ട്. അമേരിക്കയുമായി ഡിപ്ലോമാറ്റിക് ചാനൽ വഴി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഏതായാലും ഇന്ന് പാർലമെന്റിൽ 3 മണിക്ക് ലോക്സഭ ആരംഭിക്കുമ്പോഴും ഇതേ വിഷയമുയർത്തി പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തും ചർച്ചയെ ആവശ്യപ്പെട്ടു. ശരി, PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.